ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന LGS എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവെന്നുള്ള ടോപ്പിക്കാണ് പഠിക്കുന്നത്. കുറച്ച് ടോപ്പിക്സ് നമ്മൾ ഇങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ. കോശം എന്താണെന്ന് നമ്മൾ കണ്ടു, ദഹന വ്യവസ്ഥ കണ്ടു, ശ്വസന വ്യവസ്ഥ കണ്ടു. ഇപ്പം നമ്മൾ നാഡീ വ്യവസ്ഥ എന്താണെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നാഡീവ്യവസ്ഥയുടെ ക്ലാസ് നമുക്കറിയാം 2 പാർട്ടുകളായിട്ടാണ് ഞാൻ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞല്ലേ, നാഡീവ്യവസ്ഥയെ തിരിച്ചിരിക്കുന്ന കേന്ദ്ര നാഡീവ്യവസ്ഥയെന്നും പെരിഫറൽ നാഡീവ്യവസ്ഥയെന്നും തിരിച്ചു എന്ന് പറഞ്ഞു. കേന്ദ്ര നാഡീവ്യവസ്ഥയെ മസ്തിഷ്കമെന്നും സുഷുമ്നയെന്നും 2ആയി തിരിച്ചിരിക്കുന്നു. ദെൻ പെരിഫറൽ നാഡീവ്യവസ്ഥയെ 12 ജോഡി ശിരോനാഡികളും അതുപോലെ തന്നെ 31 ജോഡി സുഷുമ്നാ നാഡികളും ഇങ്ങനെയും തിരിച്ചിരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മസ്തിഷ്കത്തെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ മസ്തിഷ്കത്തിന്റെ ഒരു പിക്ചറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ കലാസൃഷ്ടിയാണ് കേട്ടോ, കാരണം അതിൻ്റെതായ കുറേ പോരായ്മകൾ ഈ ചിത്രത്തിനകത്ത് വന്നിട്ടുണ്ട്, ക്ഷമിച്ചു കളഞ്ഞേക്കുക. അപ്പം നമ്മൾ മസ്തിഷ്കത്തിൽ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് സെറിബ്രം, മസ്തിഷ്കത്തിന്റെ പാർട്ടിനെ കുറിച്ചാണ്. സെറിബ്രം പഠിക്കാനുണ്ട്, മെഡില ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോ തലാമസ്, സെറിബെല്ലം. ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ നിന്നൊക്കെ നമ്മളോട് PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഏകദേശം ഒരു രൂപം ഒപ്പിച്ചെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഒത്തിരി കഷ്ടപ്പെട്ട് ഇത്രയൊന്നും ആക്കി എടുക്കാനായിട്ട്. കുഴപ്പമില്ല, നമുക്ക് ഏതായാലും ഇതിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് മസ്തിഷ്കം എന്താണെന്ന് അറിയണം അല്ലേ. മസ്തിഷ്കം എന്ന് പറയുന്നത് നമ്മുടെ നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നതാണ് മസ്തിഷ്കം. ന്യൂറോൺ എന്തായിരുന്നു? നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം. ഇനി മസ്തിഷ്കം എന്ന് പറഞ്ഞാൽ നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രഭാഗമാണ് മസ്തിഷ്കം. മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് തലയോടിനുള്ളിലാണ് അല്ലെ. തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മസ്തിഷ്കത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന, അതായത് 3 സ്തരപാളികളാണ് മസ്തിഷ്കത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്നത്. മസ്തിഷ്കത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഈ സ്തരപാളികളെ വിളിക്കുന്നതാണ് മെനിഞ്ചസ്. നമ്മളോട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. മസ്തിഷ്കത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന 3 സ്തരപാളികളെ വിളിക്കുന്നതാണ് എന്താ? മെനിഞ്ചസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും കാണപ്പെടുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. മെനിഞ്ചസിന്റെ ഏറ്റവും ഉള്ളില് ആന്തരപാളികൾക്കിടയിലും അതുപോലെ തന്നെ മസ്തിഷ്കത്തിലെ അറകളിലും കാണപ്പെടുന്ന ദ്രവമാണേത്? സെറിബ്രോസ്പൈനൽ ദ്രവം. മസ്തിഷ്ക കലകൾക്ക് വേണ്ട പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, അതുപോലെ തന്നെ ക്ഷതങ്ങളിൽ നിന്നും ഒരു വീഴ്ചയോ വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ മസ്തിഷ്കത്തെ സംരക്ഷിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മസ്തിഷ്കം ഓർത്തു വെക്കേണ്ടത് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നതാണ് ഏത്? മസ്തിഷ്കം. മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന എവിടെയാണ്? തലയോടിനുള്ളിലാണ്. മസ്തിഷ്കത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന 3 സ്തരപാളികൾ ഉള്ള ആവരണത്തെ വിളിക്കുന്നതാണ് എന്താ? മെനിഞ്ചസ്. അപ്പൊ ഈ 3 ഭാഗം ഇപ്പം പറഞ്ഞ ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് മസ്തിഷ്ക ഭാഗങ്ങളിലേക്ക് പോകാം. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്കത് നോക്കാം. ഇവിടെ നോക്കിയിട്ട് ഇവിടെ തൊട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇവിടം വരെ കണ്ടിരിക്കുന്ന ഈ ഒരു പാർട്ടില്ലേ, ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് സെറിബ്രം. അപ്പൊ ഈ ഒരു പിക്ചറിനകത്ത് ഏറ്റവും വലിയ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു പാർട്ടാണ്. ഇതാണ് എന്തെന്ന് പറയുന്ന സെറിബ്രം. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം അറിയപ്പെടുന്നതാണ് എന്താ? സെറിബ്രം. ബ്രം എന്നുള്ളത് നമുക്ക് ബൃഹത്തായ എന്നുള്ളൊരു എടുക്കാം അല്ലെ. ബൃഹത്തായിട്ടുള്ള ഭാഗമാണ് എന്ന് പറയുന്നത് വലിപ്പ മസ്തിഷ്കത്തിലെ വലിയ ഭാഗമാണ് ഏത്? സെറിബ്രം. അപ്പൊ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് എന്ന് പറയുന്ന സെറിബ്രം. ഞാൻ ബൃഹത്തായ എന്നുള്ളൊരു ആശയം തന്നെ അല്ലെ. അപ്പൊ ബൃഹത് ആയിട്ടുള്ള വലിയ ഭാഗമാണ് സെറിബ്രം. തെറ്റിക്കല്, ഇങ്ങനെയൊക്കെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം എന്നിട്ട് സെറിബ്രം, സെറിബ്രലം, തലാമസ്, ഹൈപ്പോ തലാമസ് ഒക്കെ തരാം. ഓർത്ത് വയ്ക്കാം, മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? സെറിബ്രം ആണ്. ഓക്കെ, അപ്പൊ ഈ സെറിബ്രം ഏറ്റവും വലിയ ഭാഗമായതുകൊണ്ട് തന്നെ നമ്മുടെ ഓർമ്മ അല്ലെ, ഓർത്ത് വെക്കുക എന്നുള്ള ഓർമ്മ, ചിന്ത, ബുദ്ധി, ഭാവന എന്നിവയുടെ കേന്ദ്രവും കൂടിയാണ് എന്ന് പറയുന്ന സെറിബ്രം. നമ്മുടെ ഓർമ്മ, ചിന്ത, ബുദ്ധി, ഭാവന ഇവയുടെ കേന്ദ്രം കൂടിയാണ് ഏത്? സെറിബ്രം. ഓക്കെ, പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണ്? സെറിബ്രാണ്. ഐച്ഛിക പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ.
ഫോർ എക്സാമ്പിൾ എനിക്കൊന്നിങ്ങനെ കൈ ഇങ്ങനെ കാണിക്കാൻ തോന്നി, അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കാണിച്ച പ്രവർത്തനമാണ് അല്ലേ. അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, നമുക്ക് പെട്ടെന്ന് കാല് വലിക്കാൻ തോന്നുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണ്. ആ പ്രവർത്തനങ്ങളാണ് എന്താ, ഐച്ഛിക പ്രവർത്തനങ്ങൾ. അപ്പം നമ്മുടെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരഭാഗമാണ് എന്ന് പറയുന്നത് തലച്ചോറിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന സെറിബ്രം. ഓക്കെ അല്ലേ. അപ്പം ബുദ്ധി, ഓർമ്മ, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണ്, സെറിബ്രമാണ്. ഓക്കെ. പിന്നെ ഈ സെറിബ്രത്തിനകത്ത് കണ്ടോ, ഇതൊക്കെ ധാരാളം ചുളിവുകളും ഇവിടെ ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇത് ഡിസൈൻ അല്ല, ഇത് ചുളിവുകളും മടക്കുകളുമാണ്. ഓക്കെ, സെറിബ്രത്തിനുള്ളിൽ ധാരാളം ചുളിവുകളും മടക്കുകളും കാണാൻ സാധിക്കും. നമ്മുടെ സെറിബ്രത്തിന്റെ ഈ പുറം ഭാഗം ഉണ്ടല്ലോ, ഈ പുറത്തെ ഭാഗം എന്ന് പറയുന്നത് ചാര നിറത്തിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ചാര നിറത്തിൽ കാണപ്പെടുന്ന സെറിബ്രത്തിന്റെ പുറം ഭാഗം അറിയപ്പെടുന്ന പേരാണെന്താ, കോർട്ടെക്സ്. ഓക്കെ, കോർട്ടെക്സ് എന്നാണ് വിളിക്കുന്നത്. ചാര നിറമുള്ള സെറിബ്രത്തിന്റെ പുറം ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്താ, കോർട്ടെക്സ്. വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന സെറിബ്രത്തിന്റെ ഉൾഭാഗത്തെ നമ്മൾ വിളിക്കുന്നതാണ് മെഡുല്ല. ഇത് രണ്ടും ഓർത്ത് വെച്ചിരിക്കണേ. കോർട്ടെക്സ് എന്താണെന്നും മെഡുല്ല എന്താണെന്നും ഓർത്ത് വെച്ചിരിക്കണം. അപ്പൊ കോർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാര നിറത്തിൽ കാണപ്പെടുന്ന സെറിബ്രത്തിന്റെ എന്താ പറയുന്നത്, ബാഹ്യഭാഗത്തെ വിളിക്കുന്നത് കോർട്ടെക്സ് എന്നും വെളുത്ത നിറത്തിലുള്ള സെറിബ്രത്തിന്റെ ആന്തരഭാഗത്തെ വിളിക്കുന്നതാണ് എന്താ, മെഡുല്ല എന്നും വിളിക്കുന്നത്. പിന്നെ നമ്മൾ പണ്ട് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന SCERT 10ാം ക്ലാസ്സിലെ പുസ്തകത്തിന്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇനി ഇതിനകത്ത് പക്ഷേ ഞാൻ നോക്കിയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഞാനൊക്കെ 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ പുസ്തകത്തെ ബേസ് ചെയ്തും കൂടി ഞാൻ പറയാം. അതിനകത്ത് നമ്മൾ പഠിക്കുന്ന വേറെ കുറച്ച് കാര്യമുണ്ട്. അതായത് നമുക്കിതിങ്ങനെതാ ഇവിടുന്ന് ഇത്രയും പാർട്ടായിട്ടാണ് സെറിബ്രം കിടക്കുന്ന വലിയ ഭാഗം എന്ന് പറഞ്ഞു. അപ്പോൾ സെറിബ്രത്തിന്റെ ഈ ഇടതു ഭാഗം നമുക്ക് വേണമെങ്കിൽ ഇതിനെ 2 പാർട്ടായിട്ട് ഞാനിപ്പോൾ ചുമ്മാ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ ഈ സെറിബ്രത്തിന്റെ ഇതിനെ നമുക്ക് ഇടതു ഭാഗമെന്നും ഇവിടെ എന്ത് വിളിക്കാം, വലത് ഭാഗമെന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ സെറിബ്രത്തിന്റെ ഇടത്തെ ഭാഗം നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ വലതുവശത്തിനെ ആയിരിക്കും. സെറിബ്രത്തിന്റെ ഇടതുഭാഗം നിയന്ത്രിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ വലതുഭാഗത്തെയും സെറിബ്രത്തിന്റെ വലത് ഭാഗം നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഇടത് ഭാഗത്തെയും ആയിരിക്കും. ഓക്കെ, സെറിബ്രത്തിന്റെ വലത് ഭാഗം നിയന്ത്രിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ ഇടത് ഭാഗത്തേക്കും അതുപോലെ തന്നെ സെറിബ്രത്തിന്റെ ഇടത് ഭാഗം നിയന്ത്രിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ വലത് ഭാഗത്തെയും ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ഒരാൾ വീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ തലയ്ക്ക് ഇഞ്ചുറിയൊക്കെ ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാലോ അദ്ദേഹത്തിന്റെ തലയ്ക്ക് ക്ഷതം അനുഭവപ്പെടാം അല്ലെ. അപ്പൊ ക്ഷതം അനുഭവപ്പെടുമ്പം സംസാരശേഷിയൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പം അതെവിടെയാണ്, ഈ സെറിബ്രത്തിന് ക്ഷതമേൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ക്ഷതമേറ്റ വ്യക്തിയുടെ സംസാരശേഷി നഷ്ടപ്പെടുന്നത്. ഓർത്ത് വെക്കുക, നമുക്ക് തലയ്ക്ക് നമ്മുടെ സംസാരശേഷി നഷ്ടപ്പെടുന്നത് സെറിബ്രത്തിന് ക്ഷതം അല്ലെങ്കിൽ അടിയൊക്കെ ഏറ്റ് കഴിയുമ്പോഴാണ് സംസാരശേഷി നഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ സംസാരശേഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ബ്രോക്കസ് ഏരിയ. നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാകും, ബ്രോക്കസ് ഏരിയ. ഇപ്പൊ നമ്മൾ സെറിബ്രത്തില് സംസാരശേഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗമാണ് എന്ന് പറയുന്നത് ബ്രോക്കസ് ഏരിയ. സംസാരശേഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ബ്രോക്കസ് ഏരിയയിൽ നടക്കുന്നത്. ഇനി ചിലപ്പോൾ നമ്മൾ ചില വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ വസ്തുക്കളെ തിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ട്. ഫോർ എക്സാമ്പിൾ കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്ത് വരും, കപ്പിന്റെ ഒരു പിക്ചർ വരും. അല്ലെങ്കിൽ പേപ്പറിന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്, പേപ്പറിന്റെ പിക്ചർ വരികയാണ്. പെന്ന് കേൾക്കുമ്പോൾ പെന്നിന്റെ പിക്ചർ വരുവാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മളൊരു വസ്തുവിന്റെ പേര് കേൾക്കുന്ന സമയത്ത് അതിന്റെ ചിത്രം നമ്മുടെ ഉള്ളിലേക്ക് തെളിഞ്ഞു വരുന്നതിന് സഹായിക്കുന്നത് ആരാണ്, വെർണിക്സ് ഏരിയ ആണ്. ഓക്കെ, വെർണിക്സ് ഏരിയ ആണ് അങ്ങനെ വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അവയുടെ രൂപം അല്ലെങ്കിൽ ചിത്രം നമ്മുടെ ഉള്ളിലേക്ക് തെളിഞ്ഞു വരാൻ കാരണമാകുന്നത് സെറിബ്രത്തിലെ വെർണിക്സ് ഏരിയ ആണ്. അപ്പൊ ഈ ബ്രോക്കസ് ഏരിയയും വെർണിക്സ് ഏരിയ പഴയ പുസ്തകത്തിലുണ്ടായിരുന്നു. അത് പഴയ പുസ്തകം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, അപ്പൊ സെറിബ്രം ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് സെറിബെല്ലം. സെറിബെല്ലം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടാണ് സെറിബെല്ലം. ഞാൻ വരച്ചതിന്റെ കുഴപ്പമാണ്. ഇത് ആക്ച്വലി 2 ദളങ്ങളായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, സെറിബെല്ലം കാണപ്പെടുന്നത്. 2 ഇതളുകൾ പോലെ കാണപ്പെടുന്ന പാർട്ടാണ് ഏതാ, സെറിബെല്ലം. സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് സെറിബെല്ലം. ഈ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. സെറിബ്രം കഴിഞ്ഞാൽ വലിപ്പത്തിൽ 2ാം സ്ഥാനം എന്തിനാണുള്ളത്, സെറിബെല്ലത്തിനാണുള്ളത്. ഓക്കെ, അതായത് മസ്തിഷ്കത്തിന്റെ 2ാമത് വലിയ ഭാഗമാണ് എന്തെന്ന് പറയുന്ന സെറിബെല്ലം എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രവും മസ്തിഷ്കത്തിലെ 2ാമത് വലിയ ഭാഗമാണ് ഇത് സെറിബെല്ലം. ഓക്കെ, സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ കണ്ടോ, ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗവും കൂടിയാണ് എന്ന് പറയുന്ന സെറിബെല്ലം.
ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. ലിറ്റിൽ ബ്രെയിനകത്തും ഞാൻ പറഞ്ഞു 2 ദളങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ചിത്രത്തിനകത്ത് നമുക്ക് എന്തുണ്ട്, ചുളിവുകളും ചാലുകളും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. മസ്തിഷ്കത്തിലെ 2ാമത് വലിയ ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നാണ് സെറിബെല്ലത്തെ വിളിക്കുന്നത്. അത് അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ലിറ്റിൽ ബ്രെയിൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ശരീരത്തിന്റെ തുലന നിലനിർത്തുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ഏത്, സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലന നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, സെറിബെല്ലം. ഇത് ഓർത്തു വെക്കാൻ എളുപ്പമുണ്ട്. മദ്യം ബാധിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന സെറിബെല്ലം അല്ലെ. മദ്യപിച്ചു കഴിഞ്ഞാൽ തുലന നിലയിലൊന്നും ആയിരിക്കില്ല എന്ത് ചെയ്യുന്നത്, നടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ശരീരത്തിന്റെ തുലന നിലനിർത്താൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഇത്, സെറിബെല്ലം. ഇത് മദ്യം ബാധിക്കുന്ന എന്നൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. മദ്യം ബാധിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. നമ്മൾ മദ്യപിക്കുമ്പോൾ വെള്ളം അടിച്ചു എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, വെള്ളം അടിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ബെല്ലം എന്നുള്ളത് വെള്ളവുമായിട്ട് യോജിപ്പിച്ച് വെക്കുക. അപ്പൊ മദ്യം അല്ലെങ്കിൽ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ബാധിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന സെറിബെല്ലം. നെക്സ്റ്റ് തലാമസ്. തലാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ട് ഇവിടെ കാണപ്പെടുന്ന ഈ ഭാഗമാണ് എന്തെന്ന് പറയുന്ന തലാമസ്. ഇത് നിങ്ങൾ SCERT പുസ്തകത്തിലെ നമ്മുടെ തലച്ചോറിന്റെ മസ്തിഷ്കത്തിന്റെ പടം ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. എൻ്റെ പടത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ബേസിക്കലി എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ല, എങ്കിലും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇത് ഒപ്പിച്ച് വെച്ചത്. ഓക്കെ, അപ്പോൾ ഈ സെറിബ്രത്തിന്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ഞാൻ പറഞ്ഞു സെറിബെല്ലം കാണപ്പെടുന്നത് സെറിബ്രത്തിന് താഴെയാന്ന് പറഞ്ഞു. എന്നാലും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുകയാണ്, സെറിബ്രത്തിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ അത് തലാമസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ സെറിബ്രത്തിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന തലാമസ്. ഓക്കെ, തലാമസിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്ന് പോകുന്ന ആവേഗങ്ങളുടെയും പുനഃപ്രസരണ കേന്ദ്രമാണ് എന്ന് പറയുന്നത് നമ്മുടെ തലാമസ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്നതാണ് ഏത്, തലാമസ്. ഓക്കെ, നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്തെല്ലാം ആവേഗങ്ങളെ സെറിബ്രത്തിലേക്ക് വിടാതെ കാത്തുസൂക്ഷിക്കുക എന്നുള്ള കാത്തുസൂക്ഷിക്കുന്ന ധർമ്മവും കൂടി ആരുടേതാണ്, തലാമസ് ആണ്. നമ്മുടെ ഉറക്കവേളയിൽ രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ആവേഗങ്ങളെ സെറിബ്രത്തിലേക്ക് കടത്തിവിടാതിരിക്കുന്നത് തലാമസ് ആണ്. അതുപോലെ തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആവേഗങ്ങളെ കൊണ്ടുവന്നതിന് ശേഷം പ്രാധാന്യമുള്ളവയെ മാത്രം സെറിബ്രത്തിലേക്ക് കടത്തിവിടുന്നതും ആരാണ്, തലാമസ് ആണ്. അതുകൊണ്ട് തലാമസിനെ വിളിക്കുന്നതാണ് റിലേ സ്റ്റേഷൻ. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്, തലാമസ് ആണ്. ഓക്കെ, മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പെയിൻ കില്ലേഴ്സ് അല്ലെ, വേദന ഗുളികകൾ ഒക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതൊക്കെ അഫക്റ്റ് ചെയ്യുന്ന എവിടെയാണ്, തലാമസിലാണ്. ഓക്കെ, നമ്മുടെ വേദന സംഹാരികളൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു മസ്തിഷ്കത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് തലാമസ് ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. ഈ വേദന സംഹാരികളുടെ PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഏതാണ്, തലാമസ് ആണ്. നെക്സ്റ്റ് മെഡുല ഒബ്ലാങ്കേറ്റ. മെഡുല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്ന ഈ ഒരു പാർട്ടാണ്. ഇവിടെ നിന്ന് ഇങ്ങനെയൊരു ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഏത്, മെഡുല ഒബ്ലാങ്കേറ്റ. അതായത് സെറിബ്രത്തിന് താഴെയായി സെറിബെല്ലത്തോട്, ഇതാണല്ലോ സെറിബെല്ലം, സെറിബെല്ലത്തോട് ചേർന്നിരിക്കുന്ന പാർട്ടാണ് എന്ന് പറയുന്ന മെഡുല ഒബ്ലാങ്കേറ്റ. സെറിബ്രത്തിന് താഴെയായി സെറിബെല്ലത്തോട് ചേർന്നിരിക്കുന്ന ദണ്ഡാകൃതിയിലുള്ള ഭാഗത്തെ വിളിക്കുന്നതാണ് എന്താ, മെഡുല ഒബ്ലാങ്കേറ്റ. നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് എന്താ പറയുന്നത്, തലയ്ക്ക് പുറകിലൊന്നും അടിക്കരുതെന്ന് പറയും അല്ലെ, തലയ്ക്ക് പുറകിലൊന്നും അടിക്കരുതെന്ന് പറയും. അതായത് തലയ്ക്ക് പുറകിലൊക്കെ അടിക്കുമ്പം ഈ മെഡുല ഒബ്ലാങ്കേറ്റയ്ക്കിട്ടാണ് അടി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വ്യക്തി അപ്പം തന്നെ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതായത് പെട്ടെന്നുള്ള മരണത്തിന് കാരണമായേക്കും എന്താ, നമ്മൾ മെഡുല ഒബ്ലാങ്കേറ്റയ്ക്കിട്ട് ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ശരീരത്തിന്റെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ആര്, മെഡുല ഒബ്ലാങ്കേറ്റ. നമ്മുടെ ശരീരത്തിന്റെ അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം ശ്വാസോച്ഛ്വാസം എടുക്കുന്നത് അല്ലെ, അത് നമ്മുടെ ഇഷ്ടത്തിനല്ല, അതിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഹൃദയസ്പന്ദനം നമ്മൾ പറയുന്ന അനുസരിച്ചല്ലോ നമ്മുടെ ഹൃദയം ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ഉള്ള അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന മെഡുല ഒബ്ലാങ്കേറ്റ. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ അറിയേണ്ടത് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. അതുപോലെ തന്നെ നമുക്കറിയാം തുമ്മല്
അതും നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുന്നതല്ലേ. തുമ്മല്, ദെൻ ഛർദി, ചുമ, ഇവയ്ക്കൊക്കെ കാരണവും എന്താണ്? ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആര് തന്നെയാണ്? മെഡുല ഒബ്ലാങ്കേറ്റയാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ്? ഹൈപ്പോ തലാമസ് ആണ്. ബാക്കിയെല്ലാം ഞാൻ ബ്ലൂ മാർക്ക് ഇട്ടിരിക്കുന്നുണ്ടോ? ഇനി ഹൈപ്പോ തലാമസ് കൂടി പഠിക്കാനുള്ളൂ. ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞാൽ അത് തലാമസിന് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഇത് ഹൈപ്പോ തലാമസ്. തലാമസിന് താഴെ കാണപ്പെടുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ഹൈപ്പോ തലാമസ്. ശരീരത്തിന്റെ ആന്തര തുലന സ്ഥിതിയൊക്കെ നിലനിർത്തുന്നതാണ് ആരെന്ന് പറയുന്നത്? ഈ ഹൈപ്പോ തലാമസ്. അതായത് ശരീരത്തിന്റെ ആന്തര തുലന സമസ്ഥിതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് അത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഹൈപ്പോ തലാമസ് ആണ്. ശരീരത്തിലെ ജലത്തിന്റെ അളവ് അത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഹൈപ്പോ തലാമസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഹൈപ്പോ തലാമസ് ആണ്. പിന്നെ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ശരീര ഊഷ്മാവ് കൺട്രോൾ ചെയ്യുന്ന, ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഹൈപ്പോ തലാമസ്. ശരീരത്തിൽ ജലത്തിന്റെ അളവ് കൺട്രോൾ ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗം ഹൈപ്പോ തലാമസ്. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ലിറ്റിൽ ബ്രെയിൻ എന്താണെന്ന് നമ്മളോട് ചോദിച്ചേക്കാം. അതുപോലെ തന്നെ എന്താ പറയുന്നത്? ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാര്, അല്ലെങ്കിൽ ചുമ, തുമ്മൽ, ഛർദി എന്നിവയൊക്കെ കൺട്രോൾ ചെയ്യുന്നതാര്. ഈ രീതിയിലായിരിക്കും കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടാനായിട്ട് സാധ്യതയുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി നമ്മുടെ തലച്ചോറ് ഏതാണ്ട് ഒന്നായി അല്ലെ. മസ്തിഷ്കം എന്തോ ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി അറിഞ്ഞേണ്ടതാണ്, മിക്കവാറും ചോദിച്ചിട്ടുള്ളതാണ്, മസ്തിഷ്കത്തിന്റെ ഭാരം. നമ്മുടെ മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ഭാരം എന്ന് പറയുന്നത് എത്രയാണ്? 1400 ഗ്രാം ആണ്. ഓക്കെ, 1400 ഗ്രാം ആണ് നമ്മുടെ മനുഷ്യരുടെ മസ്തിഷ്കത്തിന്റെ ഭാരം. ഇത് ചോദിച്ചിട്ടുണ്ട്, ഇനിയും വേണമെങ്കിൽ ചോദിച്ചേക്കാം, നോട്ട് ചെയ്തേക്കണം. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാരമാണ് 1400 ഗ്രാം. അപ്പൊ നമ്മുടെ മസ്തിഷ്കം കഴിഞ്ഞു. ഇനി പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സുഷുമ്ന. ഓക്കെ, സുഷുമ്ന മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗമാണ് എന്ന് പറയുന്ന സുഷുമ്ന. മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗമാണ് സുഷുമ്ന. സുഷുമ്ന സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നട്ടെല്ലിനുള്ളിലാണ്. ഓക്കെ, തലച്ചോറ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം. മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്ന തലയോടിനുള്ളിലാണ്. സുഷുമ്ന സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന എവിടെയാണ്? നട്ടെല്ലിനുള്ളിലാണ്. സുഷുമ്നയെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന സ്ഥലത്തെയും നമുക്ക് എന്ത് വിളിക്കാം? മെനിഞ്ചസ് എന്നാണ് വിളിക്കുന്നത്. ഇനി സുഷുമ്നയുടെ ഉള്ളില് എന്തുണ്ട്? നമ്മുടെ സെറിബ്രോസ്പൈനൽ ദ്രവം സുഷുമ്നയുടെ ഉള്ളിലെ ചാനലും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം സെറിബ്രോസ്പൈനൽ ദ്രവം എവിടെ കാണപ്പെടുന്നത് നമ്മൾ ആദ്യം ഒന്ന് കണ്ടു. ഇവിടെ നമ്മൾ ഓർത്ത് വയ്ക്കുക, സുഷുമ്നയുടെ ഉള്ളിലുള്ള ചാലിലും എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? സെറിബ്രോസ്പൈനൽ ദ്രവം കാണാൻ സാധിക്കുന്നുണ്ട്. മസ്തിഷ്കത്തെയും സുഷുമ്നയെയും ആവരണം ചെയ്തിരിക്കുന്നത് എന്ത് തന്നെയാണ്? മെനിഞ്ചസ് എന്ന് പറയുന്ന ആവരണമാണ് അല്ലെ. അപ്പൊ നമ്മുടെ സുഷുമ്ന നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ നവജാത ശിശുക്കളിലാണെന്നുണ്ടെങ്കിൽ അവരുടെ സുഷുമ്ന നട്ടെല്ല് വരെ ഉണ്ടായിരിക്കും. പക്ഷെ മുതിർന്ന ഒരു വ്യക്തിക്ക് നട്ടെല്ല് വരെ ഉണ്ടായിരിക്കത്തില്ല. നട്ടെല്ലിന്റെ മധ്യഭാഗം വരെ എന്തുണ്ടായിരിക്കുള്ളൂ? സുഷുമ്നയുടെ നീളം ഉണ്ടായിരിക്കുള്ളൂ. കാരണം നട്ടെല്ല് വളരുന്നതിനനുസരിച്ച് സുഷുമ്ന എന്ത് ചെയ്യുന്നില്ല? നട്ടെല്ലിന് അനുസൃതമായി സുഷുമ്ന വളരുന്നില്ല. അതുകൊണ്ടാണ് നവജാത ശിശുവിന്റെ സുഷുമ്നയ്ക്ക് നട്ടെല്ല് വരെ നീളം കാണും. നമ്മുടെ മുതിർന്ന ഒരു വ്യക്തിയുടെ സുഷുമ്നയ്ക്ക് എത്രയേ ഉള്ളൂ? നട്ടെല്ലിന്റെ മധ്യഭാഗം വരെ സുഷുമ്നയ്ക്ക് നീളം ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ സുഷുമ്ന എന്താണ് നമ്മൾ മനസ്സിലാക്കി. മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായിട്ട് കാണപ്പെടുന്നതാണെന്ന് പറയുന്ന സുഷുമ്ന എന്ന് പറയുന്ന അല്ലെ. സുഷുമ്ന നാഡികൾ 31 എണ്ണമുണ്ട്. അതില് ഡോഴ്സൽ റൂട്ടും വെൻട്രൽ റൂട്ടും കൂടി കൂടിച്ചേർന്ന് കാണപ്പെടുന്നതാണ് എന്ന് പറയുന്ന സുഷുമ്ന നാഡി എന്ന് പറയുന്ന. ഡോഴ്സൽ റൂട്ടും വെൻട്രൽ റൂട്ടും കൂടി കൂടിച്ചേർന്ന് കാണപ്പെടുന്നതാണ് സുഷുമ്ന നാഡി. സുഷുമ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും സുഷുമ്നയുടെ ആന്തരഭാഗത്ത് ഗ്രേ മാറ്റർ ഉണ്ട്. ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ ഒക്കെ നമ്മൾ ന്യൂറോണിനകത്ത് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ സുഷുമ്നയുടെ ബാഹ്യഭാഗത്ത് എന്തുണ്ട്? വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഡോഴ്സൽ റൂട്ട് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ സംവേദന ആവേഗങ്ങളെ സുഷുമ്നയിലേക്കും. സംവേദന ആവേഗങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നതല്ലായിരുന്നോ സംവേദന ആവേഗങ്ങൾ? അപ്പൊ സംവേദന ആവേഗങ്ങളെ സുഷുമ്നയിലേക്കും അതുപോലെ തന്നെ കൊണ്ടുവരുന്നതാണ് ഏത്? ഡോഴ്സൽ റൂട്ട്. ദെൻ പ്രേരക ആവേഗങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആര്? വെൻട്രൽ റൂട്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മുടെ ശരീരത്തിലെ എന്താ പറയുന്നത്, നമ്മുടെ ഓട്ടം, ചലനം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പൊ നമ്മൾ നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് വെച്ചു, അടുത്ത സ്റ്റെപ്പ് വെച്ചു, ഇങ്ങനെ ഒരു പ്രത്യേക താളത്തിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഒരു ചലനം നടക്കുന്നത്. ഓടുമ്പോഴും അങ്ങനെയാണല്ലോ, ഓരോരോ സ്റ്റെപ്പ് ഇങ്ങനെ ഒരു പ്രത്യേക ചലനത്തിലാണ് പോകുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിപ്പിക്കുന്ന ആരാണ്? അത് സുഷുമ്നയാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും മസ്തിഷ്കത്തിൽ നിന്നുള്ള ആവേഗങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതിൽ
സുഷുമ്ന പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിഫ്ലെക്സ് ആർക്കിന്റെ പ്രധാന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്? സുഷുമ്നയാണ്. റിഫ്ലെക്സ് ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലെക്സ് പ്രവർത്തനങ്ങളുടെ ഒരു സഞ്ചാര പഥമാണ് ഇത് റിഫ്ലെക്സ് ആർക്ക്. റിഫ്ലെക്സ് ആക്ഷൻ നിങ്ങൾക്ക് അറിയാം, പെട്ടെന്ന് നമ്മൾ കാണിക്കുന്ന നമ്മൾ ഉദ്ദീപനം എന്താന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അതായത് പെട്ടെന്ന് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ കൈ നമ്മൾ അറിയാതെ ഒരു തീയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ തീ പെട്ടെന്ന് വരുവാണെങ്കിൽ നമ്മൾ കൈ പെട്ടെന്ന് ഇങ്ങനെ വലിക്കും, അല്ലെങ്കിൽ ഒരു മുള്ള് കയ്യിൽ കൊള്ളുവാണെങ്കിൽ എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് കൈ ഇങ്ങനെ വലിക്കുക ചെയ്യുന്നത് അല്ലെ? അയ്യോ മുള്ളെന്നും പറഞ്ഞ് ആദ്യം മുള്ളെടുത്ത് കളയുമല്ല ചെയ്യുന്നത്, പെട്ടെന്ന് നമ്മൾ പോലും അറിയാതെ പെട്ടെന്ന് ഇങ്ങനെ നമ്മളൊരു ഉദ്ദീപനം ഉണ്ട്. ഒരു അങ്ങനെയുള്ള ഉദ്ദീപന പ്രവർത്തനങ്ങളുടെ ആ ഒരു സഞ്ചാര പദത്തെയാണ് എന്ത് വിളിക്കുന്നത്? റിഫ്ലെക്സ് ആർക്ക്. അപ്പൊ പ്രധാനമായും റിഫ്ലെക്സ് ആർക്കിനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ആരാണ്? സുഷുമ്നയാണ് ചെയ്യുന്നത്. ഓക്കെ, സുഷുമ്നയുടെ നിയന്ത്രണത്തിലുള്ള റിഫ്ലെക്സ് ആർക്ക് പ്രവർത്തനങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? സ്പൈനൽ റിഫ്ലെക്സ് എന്നും. ഇനി സെറിബ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലെക്സ് പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? സെറിബ്രൽ റിഫ്ലെക്സ് എന്നും വിളിക്കാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളായപ്പോൾ നമ്മുടെ നാഡീവ്യവസ്ഥ ഏതാണ്ട് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇപ്പൊ നമുക്ക് 1-2 ക്വസ്റ്റ്യനേ ഉള്ളൂ, പക്ഷെ എന്നാലും പല പല എക്സാമിനേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ ലഭിക്കാവുന്ന ഒരു ഏരിയയാണ് എന്ന് പറയുന്ന നാഡീവ്യവസ്ഥ. ഇനി ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കുമെന്ന് നമുക്ക് നോക്കാം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മസ്തിഷ്കം. മസ്തിഷ്കത്തെ ആവരണം ചെയ്തിരിക്കുന്നത് മെനിഞ്ചസ്. അപ്പൊ അവിടെ ഓർത്ത് വെക്കണം, സുഷുമ്നയെ ആവരണം ചെയ്തിരിക്കുന്നത് എന്താണ്? മെനിഞ്ചസ് ആണ്. മെനിഞ്ചസിനുള്ളിൽ കാണപ്പെടുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. മെനിഞ്ചസിനുള്ളിൽ കാണപ്പെടുന്ന ദ്രവം സെറിബ്രോസ്പൈനൽ ദ്രവം. തലച്ചോറിനെ സംരക്ഷിക്കുന്നതാണ് തലയോട് അല്ലെങ്കിൽ കപാലം എന്ന് പറയും. ഇനി നമുക്ക് ക്രേനിയം അല്ലെ, ക്രേനിയം എന്ന് പറയുന്നത് എന്താണ്? തലയോടാണ് അല്ലെങ്കിൽ കപാലമാണ്. ഇനി നമ്മൾ സെറിബ്രത്തെ കുറിച്ച് എങ്ങനെയെല്ലാം രീതിയിൽ ക്വസ്റ്റ്യൻ വരും എന്നുള്ളതാണ് നോക്കുന്നത്. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം എന്നറിയപ്പെടുന്ന സെറിബ്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രം സെറിബ്രം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം സെറിബ്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തിന്റെ ചാര നിറമുള്ള ഭാഗം അറിയപ്പെടുന്നതാണ് കോർട്ടെക്സ്. സെറിബ്രത്തിന്റെ വെളുത്ത നിറമുള്ള ഉൾഭാഗം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആന്തരഭാഗം അറിയപ്പെടുന്നതാണ് മെഡുല്ല. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ. പേര് കേൾക്കുമ്പോൾ തന്നെ വസ്തുക്കളുടെ ചിത്രം മനസ്സിൽ തെളിയാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം അല്ലെങ്കിൽ നമ്മുടെ സെറിബ്രത്തിന്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്ന വെർണിക്സ് ഏരിയ. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെറിബ്രം പറയുന്നത്. അതെല്ലാം തന്നെ എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കണേ. പിന്നെ നമ്മൾ തലച്ചോറിനെ സംരക്ഷിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്രേനിയം എന്നായിരുന്നു തോന്നുന്നു ഓപ്ഷൻ തന്നിരുന്നത്. പിന്നെ മസ്തിഷ്കത്തെ ആവരണം ചെയ്തിരിക്കുന്ന ചോദിച്ചിട്ടുണ്ട് മെനിഞ്ചസ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം ചോദിച്ചിട്ടുണ്ട് മസ്തിഷ്കം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സെറിബെല്ലത്തെ കുറിച്ചാണ്. മസ്തിഷ്കത്തിന്റെ രണ്ടാമത് വലിയ ഭാഗം എന്നറിയപ്പെടുന്നതാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നതും സെറിബെല്ലാണ്. ചോദിച്ചിട്ടുണ്ട് ഈ 2 ക്വസ്റ്റ്യനും ഓർത്തു വെച്ചേക്കണം. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന സെറിബ്രം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗവും കൂടിയാണ് സെറിബെല്ലം. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, ശരീരത്തിന്റെ തുലനനില പാലിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ചോദിച്ചാൽ ഏതാണ്? സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബെല്ലം. നെക്സ്റ്റ് തലാമസ്. തലാമസ് അറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നാണ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നതാണ് തലാമസ്. സെറിബ്രത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് തലാമസ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നത് തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് തലാമസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യണം. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം തലാമസ്. നെക്സ്റ്റ് തലാമസിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഓക്കെ, ഹൈപ്പോതലാമസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. തലാമസിന് തൊട്ട് താഴെ കാണുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഹൈപ്പോതലാമസ്. ശരീരോഷ്മാവ്, ശരീരത്തിലെ ജലത്തിന്റെ അളവ് എന്നിവ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ്. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. നെക്സ്റ്റ് മെഡുല ഒബ്ലാങ്കേറ്റ. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ.
ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഛർദി, ചുമ, തുമ്മൽ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം കൂടിയാണ് മെഡുല ഒബ്ലാങ്കേറ്റ. നമ്മളിപ്പോൾ പഠിച്ച സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, മെഡുല ഒബ്ലാങ്കേറ്റ, അതായത് ഈ മസ്തിഷ്ക ഭാഗങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് PSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ്, മനുഷ്യന്റെ തലച്ചോറിന്റെ ഭാരം. മനുഷ്യന്റെ തലച്ചോറിന്റെ ഭാരമാണ് 1400 ഗ്രാം. ചോദിച്ചിട്ടുണ്ട്. ദെൻ സുഷുമ്നയുടെ നീളം 45 സെന്റിമീറ്റർ ആണ്. സുഷുമ്നയുടെ നീളം ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടില്ല, ചോദിച്ചിട്ടുണ്ടാവാം. ദെൻ സുഷുമ്നയെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്നതാണ് സുഷുമ്ന. നട്ടെല്ലിനുള്ളിലാണ് സുഷുമ്ന സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മെനിഞ്ചസ് കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. അപ്പോൾ മസ്തിഷ്കം പഠിച്ചപ്പോഴും പഠിച്ചായിരുന്നു മെനിഞ്ചസ് കൊണ്ടാണ് ആവരണം ചെയ്തിരിക്കുന്നു എന്നുള്ളത് അല്ലേ. സുഷുമ്നയിൽ നിന്നും 31 ജോഡി സുഷുമ്ന നാഡികൾ പുറപ്പെടുന്നുണ്ട്. സുഷുമ്ന നാഡികൾ രൂപപ്പെട്ടിരിക്കുന്നത് ഡോഴ്സൽ റൂട്ടും വെൻട്രൽ റൂട്ടും വച്ചിട്ടാണ്. അപ്പോൾ ഡോഴ്സൽ റൂട്ട് നമ്മൾ പറഞ്ഞായിരുന്നു, സംവേദന ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്നതാണ് ഏത്? ഡോഴ്സൽ റൂട്ട്. പ്രേരക ആവേഗങ്ങളെ സുഷുമ്നയിൽ നിന്നും കൊണ്ടുപോകുന്നതാണ് ഏത്? വെൻട്രൽ റൂട്ട്. ഓക്കെ. ഓട്ടം, നടത്തം എന്നീ ചലനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നത് സുഷുമ്നയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ സുഷുമ്നയെ കുറിച്ചുകൂടി അറിഞ്ഞിരിക്കുക. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. സ്വതന്ത്ര നാഡീ വ്യവസ്ഥ, അതായത് ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതാണ് എന്താ? സ്വതന്ത്ര നാഡീ വ്യവസ്ഥ. നമ്മുടെ ബോധതലത്തിന് വെളിയിലുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ. സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും കൂടി കൂടിച്ചേരുമ്പോഴാണ് എന്താവുന്നത്? സ്വതന്ത്ര നാഡീ വ്യവസ്ഥയാവുന്നത്. ഇത് പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന് പറയുന്ന സ്വതന്ത്ര നാഡീ വ്യവസ്ഥ. ഇനി സിമ്പതറ്റിക് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് ശ്വാസനാളം വികസിക്കുന്നത്, അതുപോലെ തന്നെ ഹൃദയമിടിപ്പ് കൂടുന്നത്. ദെൻ ഇവിടെ പാരാസിമ്പതറ്റിക് വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങളാണ് ശ്വാസനാളം സങ്കോചിക്കുന്നതും ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നതും ഒക്കെ. ഓക്കെ, അപ്പം ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സ്വതന്ത്ര നാഡീ വ്യവസ്ഥ, സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും കൂടി ചേർന്നാണ് എന്താ? സ്വതന്ത്ര നാഡീ വ്യവസ്ഥ. പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ത്? സ്വതന്ത്ര നാഡീ വ്യവസ്ഥ. ഇനി നമ്മുടെ നാഡീ വ്യവസ്ഥയ്ക്കുണ്ടാവുന്ന ചില രോഗങ്ങൾ അതുകൂടി അറിഞ്ഞിരിക്കുക. അപ്പൊ നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ഏത്? അൽഷിമേഴ്സ് അല്ലെ, അൽഷിമേഴ്സ്. ദെൻ പാർക്കിൻസൺസ്, അപസ്മാരം, സെറിബ്രൽ ത്രോംബോസിസ്, സെറിബ്രൽ ഹെമറേജ്, മെനിഞ്ചൈറ്റിസ്, പരാലിസിസ്, ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. ഇനിയും ഉണ്ട്, ഞാൻ പെട്ടെന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ എനിക്ക് ലിസ്റ്റ് ഓഫ് ഡിസീസ് ആണിത്. ഇനിയും കുറച്ചധികം രോഗങ്ങളും കൂടിയുണ്ട്, കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമുക്ക് രോഗങ്ങൾ പറയുന്ന ഭാഗത്ത് ഇത് പറഞ്ഞു പോകാം. ഇപ്പം നാഡീവ്യവസ്ഥ പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, അപസ്മാരം, സെറിബ്രൽ ത്രോംബോസിസ്, സെറിബ്രൽ ഹെമറേജ്, പാരാലിസിസ്, അതുപോലെ തന്നെ മെനിഞ്ചൈറ്റിസ്, ഇതെല്ലാം ബാധിക്കുന്ന എവിടെയാണ്? നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അപ്പൊ ഇത്രയും ഭാഗത്തോടു കൂടി നമ്മളുടെ നാഡീവ്യവസ്ഥ എന്നുള്ളൊരു ഭാഗം കംപ്ലീറ്റ് ചെയ്തു. 10ാം ക്ലാസ്സിലെ ബയോളജി പുസ്തകത്തിനെ ബേസ് ചെയ്താണ് നാഡീവ്യവസ്ഥ എടുത്തിരിക്കുന്നത്. ചിലർ പുസ്തകം ചോദിച്ചിട്ടുണ്ടാവും. പുസ്തകം ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ ടെലഗ്രാം ചാനലിൽ ഈ പുസ്തകം PDF ആയിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുസ്തകം കിട്ടാത്തവർ അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൂടെയുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് കൂടി ഈ ചാനലിലെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നാളെ കാണാം. താങ്ക്